എന്താണ് നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല കാര്യം, ഞാനിപ്പോൾ സൂക്ഷ്മദർശിനി പടം കണ്ടുകൊണ്ട് ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് എന്നെ അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല. MC ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി പടം ഇന്ന് കണ്ടു. കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബേസിലും അതുപോലെ തന്നെ നസ്രിയാണ്. ഇവർ രണ്ടാളാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നല്ലൊരു കോമഡി പടം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോവുക. പക്ഷേ പടം അതൊന്നുമല്ല. പടം വേറെ തന്നെ ഒരു മൂഡിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പടം ഇങ്ങനെ തുടങ്ങുമ്പോഴല്ല, പടം മൊത്തത്തിലൊരു ചെറിയ കഥ പറയുകയാണെങ്കിൽ, കഥ പറയില്ല കേട്ടോ, കഥ പറഞ്ഞാൽ അതിൻ്റെ സംഭവം പോയി. ഒരു ചെറിയ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ നസ്രിയയും അതുപോലെ തന്നെ അഖില, പൂച്ച, മെറി ഫിലിപ്പൊക്കെ അയൽവാസികളാണ്. അപ്പോൾ ഇവരെ ഇടയിലേക്ക് അയൽവാസികളെ കടന്നു വരുന്നതാണ് നമ്മുടെ ബേസിലിൻ്റെ അമ്മയും. അപ്പോൾ അവർ താമസിക്കുന്ന ആ വീടും പിന്നെ അവിടുത്തെ ആളുകളുടെ ഒരു സ്വഭാവത്തിലെ ദുരൂഹതയും നമുക്ക് ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ പടം പോകും. ഇപ്പോൾ ഇതിൽ തന്നെ ബേസിലെ അമ്മയുടെ കഥാപാത്രം എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല, ബേസിൽ എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല, അമ്മയും മോനും നമ്മളെ ബന്ധം ഒരു പിടുത്തം കിട്ടില്ല. ഇനി അമ്മ മരണപ്പെടുമോ, അമ്മ മരിച്ചോ അങ്ങനെയൊക്കെ വിചാരിക്കും. അല്ല ഇനിയിപ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പടം ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അവിടെ എത്തുന്നുണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അല്ല ഇങ്ങനെയല്ല, ഈ സൈഡിലേക്ക് പോയിട്ട് ആ പടം അവിടെ എത്തി അവസാനിപ്പിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കഥ ഇതൊന്നുമല്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് ജിതിൻ്റെതായ ലെവലിൽ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ട് ഈ പടം അവസാനിപ്പിക്കും. ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ നല്ല വ്യത്യസ്തം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനൊരു ക്ലൈമാക്സ് നമ്മൾ മുന്നേ കണ്ടിട്ടില്ല വെച്ചാൽ 1-2 പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പടം കണ്ടിറങ്ങുമ്പോൾ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നില്ലേ ചോദിച്ചാൽ നമുക്കത് ഫീൽ ചെയ്യും. അത് ഡയറക്ടർ ഒരു ബ്രില്യൻസ് തന്നെയാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്, അതുപോലെ നമ്മുടെ ദീപക് ഉണ്ട്. ഇവർ കൂടാതെ പുതുമുഖങ്ങളായ കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഇവരൊക്കെ കയറി വരുന്നത് അതിൻ്റെതായ കറക്റ്റായ പോയിന്റുകൾ തന്നെയാണ് അവർ കയറി വരുന്നത്. ആ കഥാപാത്രങ്ങളൊക്കെ ഈ പടത്തിൽ അവർക്കൊക്കെ പ്രാമുഖ്യമുണ്ട്, എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാമുഖ്യമുണ്ട്. അത് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പുതുമുഖങ്ങളായപ്പോഴും അവരെ കഥാപാത്രം നമ്മൾ ശ്രദ്ധിക്കും. അവരെ ഇനി അടുത്ത നീക്കം എന്തായിരിക്കും, അവരിനി എന്താവും ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്കിനി എന്താവും സംഭവിക്കാൻ പോകുന്നുള്ളൊരു ചിന്ത നമുക്കിങ്ങനെ അലട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കേണ്ടത് സൂക്ഷ്മദർശിനി പിടിച്ചിട്ട് തന്നെ ഈ പടം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത്. എന്താണ് ഇപ്പോൾ ഈ പടം ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ സംശയം ഉണ്ടാകുന്ന ഒരു ഉദ്യോഗജനകമായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. മൊത്തത്തിൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ എല്ലാവരും പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടോളൂ. തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെയാണ്. ഇന്ന് ഭയങ്കര പ്രതീക്ഷയെല്ലാം ഇങ്ങോട്ട് പോയിട്ടിരിക്കരുത്, ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം. അപ്പോൾ ഞാനൊരു റിവ്യൂ പറഞ്ഞു ഭയങ്കര പടം കേട്ടോ, അത് റിവ്യൂ അങ്ങനെ പോകരുത്. പടം കൊള്ളാം. നിങ്ങൾ പടം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ പടം കണ്ടതിൻ്റെ പൈസ നഷ്ടമായി നിങ്ങൾ ഒരിക്കലും പറയില്ല, പൈസ മുതലാണ്. ഈ പടം കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണും.